സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇങ്ങനെ രഞ്ജിമാർ ആണ് ആ സമയത്ത് ഫസ്റ്റ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരത്തിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു. നല്ല റിസൾട്ട് ഉള്ളത് മാത്രമാണ് ഇവിടെ എടുത്ത് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഏത് ബ്രാൻഡ് വന്നാലും ഞാൻ അവരോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സാധനം തിരിച്ചു കൊണ്ടുപോകണം. കാര്യത്തിന് അമ്മ എന്നെ ബ്രൈഡൽ മേക്കപ്പിനൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് വരാനൊന്നും പറ്റത്തില്ല, ഞാൻ വരില്ല എന്ന് പറയും. മെയിനായിട്ടും ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെയറിൻ്റെ ഡ്രൈനെസ് ഒന്ന്, രണ്ട് ഹെയർ ഫോള്, ഡാൻഡ്രഫ്. ഈ 3 പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. എൻ്റെ അച്ഛന് പഠിപ്പിച്ചു തന്ന കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്, അതിലാണ് ഞാനിപ്പോഴും മുന്നോട്ട് ജീവിച്ചു പോകുന്നത്. അച്ഛനിപ്പം അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കൂടെ ഇല്ല. പുള്ളിക്കാരനായിരുന്നു ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്ന് ആഗ്രഹിച്ചിരുന്നത്, പക്ഷെ പുള്ളി എൻ്റെ കൂടെ ഇല്ല. ഇൻഫൈൻ പ്ലസിൻ്റെ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന റോഷിനി സലൂണിൻ്റെ ഓണറുമായ റോഷിനി ചേച്ചിയാണ്. നമസ്കാരം റോഷിനി ചേച്ചി. നമസ്കാരം. സുഖമാണല്ലോ അല്ലേ? സുഖമാണ് ചേച്ചി. നമ്മുടെ സലൂൺ ഇങ്ങോട്ടത്തെ ഷിഫ്റ്റ് ആക്കിയിട്ട് ഏകദേശം 1 മാസമായി. എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ? ആക്ച്വലി നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങോട്ട് ഷിഫ്റ്റായി വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു എന്തോ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടായി. കാര്യം നമുക്ക് പഴയ സലൂണിൽ ചെറിയ ചെറിയ പോരായ്മകളുണ്ടായിരുന്നു, അതെല്ലാം കംപ്ലീറ്റ്ലി മാറ്റിക്കൊണ്ട് ശരിക്കും ഒരു പ്രീമിയം, ഒരു ലക്ഷറി സലൂൺ പോലെയാണ് നമ്മൾ ഇപ്പോഴത്തെ സലൂൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലക്ഷറി സലൂണാണ്, പക്ഷേ കാശിൻ്റെ കാര്യത്തിൽ അത്ര വലിയ ലക്ഷറി അല്ല ഞങ്ങൾ. കാര്യം ഞാൻ ഈ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും നമ്മുടെ ഇവിടെ വന്ന് സർവീസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലേക്ക് തന്നെയാണ് നമ്മൾ ഏകദേശം 5 വർഷം മുമ്പ് ഞാൻ ശാസ്തമംഗലം വെള്ളാമ്പലം റോഡിൽ നമ്മുടെ സ്ഥാപനം തുടങ്ങിയ സമയത്തുള്ള അതേ പ്രൈസ് ലിസ്റ്റ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. 5 വർഷത്തിന് ശേഷവും ആ പ്രൈസ് ലിസ്റ്റ് ഞങ്ങൾ മാറ്റിയിട്ടേ ഇല്ല, സെയിം പ്രൈസ് ലിസ്റ്റിലാണുള്ളത്. എന്നാൽ പ്രോഡക്ട്സുകൾക്ക് റേറ്റൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. പക്ഷെ നമുക്കെന്തോ കസ്റ്റമറിനെ അവർക്ക് നമ്മളുടെ അടുത്തൊരു ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പം ഞാൻ ഇന്നലെ ആക്ച്വലി നമ്മളൊരു കസ്റ്റമർ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒന്ന് ആഡ് ഓൺ ചെയ്യണം എന്നൊക്കെ ഉണ്ട് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. ബിക്കോസ് അത്രയും അവർ നമ്മളെ വളരെ കാര്യമായിട്ടാണ് നമ്മുടെ ഓരോ കസ്റ്റമറും നമ്മളെ കാണുന്നത്. നമ്മൾ തിരിച്ച് അവരെ ട്രീറ്റ് ചെയ്യുന്നതും അങ്ങനെയാണ്. ബെസ്റ്റ് സർവീസ് ഒരു ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ കൊടുക്കുക എന്നുള്ളൊരു ചിന്തയാണ് ഈ സലൂണിൻ്റെ തുടക്കം തന്നെ. അതാണ്. ഓക്കെ ചേച്ചി, 15 വർഷത്തോളം ആയില്ലേ ഈ ഒരു ഫീൽഡിലേക്ക്? ആദ്യം തന്നെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഫീൽഡ് എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ഇത്രയും വളരെ വലിയൊരു സംരംഭകയായി ഈ ഒരു ഫീൽഡിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത്? സത്യം പറഞ്ഞാൽ അതൊരു ദൈവത്തിൻ്റെ കളിയാണെന്ന് ഞാൻ പറയുള്ളൂ. ആക്ച്വലി ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ കുറച്ചൊക്കെ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. ഞാൻ ഒരുപാട് സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ വിന്നറായിട്ടുള്ള ആളാണ്. അന്നൊന്ന് സോഷ്യൽ മീഡിയാസ് ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ട് അറിയപ്പെടാതെ പോയ ഒരു കലാകാരിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതായിരുന്നു എൻ്റെ മൈൻഡ് സെറ്റിൽ. ഞാൻ ഒരു കലാമണ്ഡലത്തിൽ ജോയിൻ ചെയ്യണം, ഡാൻസർ ആവണം, അല്ലെങ്കിൽ സിംഗർ ആവണം, ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ചിന്ത. പക്ഷെ ഇത് വന്നത് എന്ന് പറഞ്ഞാൽ വളരെ അവിചാരിതമായിട്ട് വന്നതാണ്. എൻ്റെ അമ്മ ഈ ഒരു ഫീൽഡിലാണ് ഉണ്ടായിരുന്നത് തുടക്കകാലം. അതായത് ഈ ഒരു നമ്മൾ ഒരു സ്റ്റാർട്ടിങ് ടൈം ഉണ്ടല്ലോ, ഒരു വർഷങ്ങൾക്ക് മുമ്പ്, ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-25 വർഷങ്ങൾക്കൊക്കെ മുന്നേ ആണല്ലോ ഇത് തുടങ്ങുന്നത്. ഈ ഒരു ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ ഈ ഒരു ബ്യൂട്ടി മേഖലയിൽ ചെറിയ ചെറിയ തുടക്കങ്ങൾ വന്ന സമയത്തൊക്കെ ഉള്ള ഒരാളാണ് എൻ്റെ അമ്മ ആ ഒരു തുടക്ക കാലഘട്ടത്തിൽ. അപ്പം അമ്മ ഈ പറഞ്ഞ പോലെ അച്ഛൻ വിദേശത്തായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് പോകാനുള്ളൊരു അവസരം വന്നപ്പോൾ അമ്മ പെട്ടെന്ന് പോയപ്പോൾ അമ്മയായിട്ടുണ്ടാക്കി വെച്ചൊരു ചെറിയ ക്ലൈൻ ബേസ് ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ ഇങ്ങനെ അമ്മ പോയപ്പോഴും വരാൻ തുടങ്ങി. അപ്പം എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ഈ ഇതുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. അമ്മയോട് ഞാൻ അധികം സഹകരിക്കാത്ത ആളായിരുന്നു ഈ ഒരു കാര്യത്തിന്. അമ്മ എന്നെ ബ്രൈഡൽ മേക്കപ്പിനൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് വരാനൊന്നും പറ്റത്തില്ല, ഞാൻ വരില്ല എന്ന് പറയും. അപ്പോൾ എൻ്റെ പപ്പ എനിക്കൊരു അഡ്വൈസ് തന്നു, ചുമ്മാ നീ പഠിച്ചു വെച്ചേക്ക്, വെറുതെ ഒരു തൊഴിലിരിക്കട്ടെ, നീ വെറുതെ പഠിച്ചു വെച്ചേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല പപ്പ. അപ്പോൾ പപ്പ പറഞ്ഞില്ല കുഴപ്പമില്ല, നാളെ ഒരു സമയത്ത് ഒരു ഇപ്പം ഹസ്ബൻഡാണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഒരു 100 രൂപ ചോദിക്കാൻ പുള്ളിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കണ്ടല്ലോ. അപ്പം നീ അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിനക്കത് ഉപകാരപ്പെടും, നിനക്ക് ആ ഒരു കാശ് കൊണ്ട് ഒരു പൊട്ടെങ്കിലും വാങ്ങാമല്ലോ. ഇതാണ് എൻ്റെ ഒപ്പ എന്നോട് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ മനസ്സിലോടെ പഠിക്കാൻ പോയി. ഫസ്റ്റ് ഇത് പഠിച്ചു.
അപ്പോഴും ഞാൻ വലിയ ഇൻട്രസ്റ്റഡ് ഒന്നും അല്ല ഈ ഒരു കാര്യത്തിൽ. പക്ഷേ വർഷങ്ങൾ, അതായത് കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പിന്നെ എൻ്റെ തുടക്കം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സലൂണ് നമ്മുടെ സ്ഥലത്ത് തന്നെ കാലടിയിൽ ചെറിയൊരു സലൂണ് തുടങ്ങി. അത് സലൂണെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തുടങ്ങിയത് തമ്പാനൂരാണ്. ഒരു 200 സ്ക്വയർ ഫീറ്റ് ലായിരുന്നു എൻ്റെ തുടക്കം. അത് കഴിഞ്ഞ് അപ്പോഴാണ് നമ്മൾ ഞാൻ അവിചാരിതമായിട്ടൊരു ബ്രൈഡൽ കോൺടെസ്റ്റിൽ മത്സരിക്കാനുള്ളൊരു അവസരം വന്നേ. സത്യം പറഞ്ഞാൽ നല്ലൊരു ബ്രഷില്ല, നല്ല പ്രോഡക്ട്സുകളില്ല, മേക്കപ്പ് പ്രോഡക്ട്സുകളില്ല. പക്ഷെ അന്നൊന്നും എന്ത് ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ പോയി ഈ കുറേ ആൾക്കാരോട് മത്സരിച്ചതെന്നൊന്നും ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല കോമഡി ആയിട്ടാണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ. കാര്യം ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഇങ്ങനെ പോയി ഞാൻ മത്സരിക്കുമ്പോൾ ഏറ്റവും തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കൽ പെൺകുട്ടി 5th വന്നു എന്നുള്ളതാണ്. അതായത് ഫൈനൽ 5th ബ്രൈഡിൽ ആ കുട്ടി ഉണ്ട്, ഞാൻ ഒരുക്കിയ കുട്ടിയാണ് ഉള്ളത്. അത് തന്നെ എനിക്ക് വലിയൊരു അംഗീകാരമായിട്ടാണ് തോന്നിയത്. കാര്യം ഒരു പ്രോഡക്ട്സും ഇല്ലാതെ ഈ ബാക്കിയുള്ളവരെയൊക്കെ കണ്ട് ഞാൻ അന്തം വിട്ട് നിൽക്കുകയാണ്. ദൈവം ഇവരെങ്ങനെ ഹെയർ സെറ്റ് ചെയ്തു, ഇവരെങ്ങനെ ഫേസ് സെറ്റ് ചെയ്തു എന്നൊക്കെ കണ്ടിട്ടേ ഇത് എവിടെ പോയി പഠിച്ചു എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ വന്നപ്പം എനിക്കൊരു പ്രോത്സാഹന സമ്മാനം, ക്യാഷ് പ്രൈസൊക്കെ കിട്ടി അവിടെ നിന്ന്. അപ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കിട്ടിയ കുട്ടീനെ എനിക്ക് ആ കുട്ടിയുടെ ക്ലാസ് പിന്നെ നമ്മൾ ഈ സംഘാടകർ വെച്ചിരുന്നപ്പോൾ ഞാൻ ആ കുട്ടിയോട് പോയി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇങ്ങനെ രഞ്ജിമാർ ആണ് ആ സമയത്ത് ഫസ്റ്റ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരത്തിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു. ശരി, ഓക്കെ, എന്നാൽ രഞ്ജിമയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം എന്നുള്ള ഒരിതിൽ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം പിന്നെ ഞാൻ രഞ്ജിമയുടെ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരുപാട് പേരെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. മേക്കപ്പിലോട്ട് കുറച്ചുകൂടെ ഡെപ്തായിട്ട് ഇറങ്ങി. എനിക്ക് പറ്റും, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റായി, എനിക്ക് എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി മേക്കപ്പിലോട്ട്. അങ്ങനെയാണ് ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വരുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ സമയത്തും കുറേ നാൾ കഴിയുമ്പോൾ എൻ്റെ മൈൻഡിലൊരു ഡ്രീം, എനിക്കൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണം. തിങ്ക് ചെയ്യുമ്പോൾ അതൊരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ ഈസി അല്ല. ബിക്കോസ് നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അവരുടെ ഇടയിൽ നമ്മൾ എന്താ പറയുക, ഒന്ന് കയറ്റി വിടാൻ ആരും ഇല്ല. നമ്മൾ തനിയെ തന്നെ അവസരങ്ങൾ കണ്ടെത്തണം, തനിയെ തന്നെ, അല്ലെങ്കിൽ ദൈവമായിട്ട് നമുക്ക് അതിനുള്ള വഴികൾ തുറന്നു തരണം, എങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവും. പിന്നെ നമ്മൾ ഹാർഡ് വർക്കാണ്. പിന്നെ മെയിൻ കാര്യം എടുത്ത് പറയാനുള്ളത് സെൽഫ് കോൺഫിഡൻസ് ആണ്. എന്നെ സംബന്ധിച്ച് അന്നും ഇന്നും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈ സെൽഫ് കോൺഫിഡൻസ് ആണ്. പല ആൾക്കാരും പല രീതിയിലും എന്നെ തളർത്തിയിട്ടുണ്ട്, പല രീതിയിലും. അതായത് നമ്മൾ അവിടെ സലൂൺ തുടങ്ങുന്ന സമയത്തും എല്ലാവരും പറഞ്ഞു തുടങ്ങരുത്, ഫ്ലോപ്പായി പോവും. പച്ചയ്ക്ക് പറഞ്ഞു കേട്ടോ, പൊട്ടി പാളിഷായി പോവും എന്നാണ് പറഞ്ഞത് ശാസ്തമംഗലം തുടങ്ങുന്ന സമയത്ത്. വെച്ചാൽ തുടങ്ങരുത്, ഒരുപാട് സലൂൺസ് ഉണ്ട്, അതായത് ഒരു 10-15ഓളം സലൂൺസ് ആ ലൈനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ കയറി വരാൻ പറ്റില്ല, അതുപോലെ ഇതായി പോവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നിലാണ് വിശ്വാസം, എനിക്കിപ്പോഴും എന്നിൽ തന്നെയാണ് വിശ്വാസം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു തൊഴിലിനെ നമ്മൾ അത്രത്തോളം സ്നേഹിക്കുക, തൊഴിലിന് നമ്മൾ ആ ഒരു എത്തിക്സ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിലൊരു കള്ളത്തരം നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രോത്ത് ഡെഫിനറ്റ്ലി ഇല്ല. അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. കാര്യം നമുക്ക് വളരാൻ പറ്റില്ല. നമുക്ക് വളരും, താൽക്കാലികമായിരിക്കും, പക്ഷെ ആ ഒരു ഗ്രോത്തിനൊരു അടിത്തറ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലിയോട് ഒരു നീതി പുലർത്തുക. പിന്നെ നമ്മൾ ആ ജോലിയെ നമുക്കൊരു ഇഷ്ടമില്ലാതെ ചെയ്തു പോകരുത്. ഒരു കാശിന് വേണ്ടിയല്ല ആക്ച്വലി ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഒരു ഇഷ്ടമാണ്. ഞാൻ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ലൊരു സലൂൺ, അതായത് ഒരു പ്രീമിയം സലൂൺ, എല്ലാ ടൈപ്പ് ആൾക്കാർക്കും വന്ന് സർവീസ് ചെയ്തു പോകാൻ പറ്റുക, ബെസ്റ്റ് സർവീസ് കൊടുക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ചിന്ത. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. എൻ്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു തന്ന കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്, അതിലാണ് ഞാനിപ്പോഴും മുന്നോട്ട് ജീവിച്ചു പോകുന്നത്. അച്ഛനിപ്പം അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കൂടെ ഇല്ല. പുള്ളിക്കാരനായിരുന്നു ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹിച്ചിരുന്നത്, പക്ഷെ പുള്ളി എൻ്റെ കൂടെ ഇല്ല.
അപ്പം എങ്കിലും പുള്ളി പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകും. 200 സ്ക്വയർ ഫീറ്റ് നിന്നിട്ട് ഈ 4000 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിലുള്ളൊരു സലൂണിലേക്ക് നമ്മൾ വരുമ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ? പ്രത്യേകിച്ച് ഒരു സലൂൺ തുടങ്ങുമ്പം ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിൻ്റെ കാര്യത്തിൽ. ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയിട്ട് ഈ 15 വർഷം കൊണ്ട് ഇത്രയും വലിയ രീതിയിലത്തേക്ക് വളർന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാർഡ് വർക്കാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അതിപ്പോൾ ഏത് ജോലിയിലും അതെ, നമ്മൾ ഒരു ജോലിയായിട്ട് അത്രയും അഡിക്റ്റഡ് ആയിട്ടിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് വരുള്ളൂ. അല്ലാതെ നമ്മളൊരു സ്ഥാപനം തുടങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. നമ്മളും ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാഫും ഞാനും ഒരു ഫാമിലി പോലെയാണ്. ഞാനും അവരുടെ കൂടെ കയറി വർക്ക് ചെയ്യാറുണ്ട്. ഞാൻ ചിലപ്പോൾ ഇവിടെ തൂത്തുകൊണ്ട് നിൽക്കുന്നതും കാണാറുണ്ട് കസ്റ്റമേഴ്സ്. കാര്യം ഒന്നും തോന്നിയിട്ടില്ല. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ചെയ്ത് വന്ന ആൾക്കാരാണ്. ഇത് നമ്മുടെ സ്ഥാപനമാണ്, നമുക്കും ചെയ്യാം. അല്ലാതെ ഇതൊരു ക്ലീനിങ് സ്റ്റാഫ് തന്നെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ക്ലീനിങ് സ്റ്റാഫ് തിരക്കായിരിക്കും, അപ്പോൾ ഞാനായിരിക്കും ചിലപ്പോൾ ഇവിടെ തൂക്കുക. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും എന്താ പറയുക, എനിക്ക് ഈ നമ്മളുടെ ഒരു എല്ലാം നമുക്ക് നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടും ദൈവത്തിൻ്റെ സഹായം കൊണ്ടൊക്കെ കിട്ടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എനിക്ക് നന്നായിട്ടറിയാം. നമ്മൾ ഈ പറഞ്ഞ പോലെ 200 സ്ക്വയർ ഫീറ്റിൽ നിന്ന് നമ്മളിവിടെ എത്തി നിൽക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ആ 200 സ്ക്വയർ ഫീറ്റ് മറക്കാൻ പാടില്ല. കാരണം അവിടെയാണല്ലോ നമ്മുടെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴികളെന്ന് പറയുന്നത് അത് ശരിക്കും സ്ട്രഗ്ലിങ് തന്നെയാണ്. ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. അത് ശരിക്കുള്ള സത്യമായിട്ടുള്ളൊരു കാര്യമായിട്ടോ. കാര്യം നമ്മൾ ഏറ്റവും മോശം അവസ്ഥയിൽ ഒരാളും നമ്മളടുത്ത് വന്നിട്ട് നമ്മളെ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ നിൽക്കില്ല. അതേസമയം നമ്മൾ കുറച്ചും കൂടി ഒരു ഹൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ നമ്മളുടെ അടുത്തേക്ക് വരും. പക്ഷേ എന്നെ സംബന്ധിച്ച് എല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ മാത്രമേ വെച്ചേക്കാറുള്ളൂ. പുറത്ത് ഞാനൊന്നും ആരോടും അങ്ങനെ ഒരു പ്രതികാര മനോഭാവത്തോടൊന്നും പെരുമാറുന്ന ആളല്ല. ഇവിടെ തന്നെ ക്ലയൻസ്, ഇപ്പം നമ്മളെ ക്ലയൻസ്, ഇപ്പം ഞാൻ ശാസ്തമംഗലം വെള്ളയമ്പലം റോഡിലായിരുന്ന സമയത്തുള്ള ക്ലയൻസ് എന്നെ തിരക്കി ഇവിടെ വരുന്നുണ്ട്. കാര്യം എന്തുകൊണ്ടാണ്? നമ്മൾ അവരെ ട്രീറ്റ് ചെയ്ത രീതി അതാണ്. അവർക്കറിയാം റോഷനീസിൽ പോയി കഴിഞ്ഞാൽ ബെസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. എല്ലാ കസ്റ്റമേഴ്സിനോടും ഞാൻ സംസാരിക്കാറുണ്ട്. അവരുടെ കറക്റ്റായിട്ടുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള സർവീസുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിപ്പോൾ സ്കിന്നായാലും ഹെയർ ആയാലും. ഇപ്പം ഒരു കസ്റ്റമർ വന്നിട്ട് പറയുകയാണ് എനിക്ക് ഇന്നത് ചെയ്യണം, ഞാൻ പറയും പറ്റില്ല. എന്തിനാ ചെയ്യണം? അത് ചെയ്യേണ്ട സ്കിന്നോ ഹെയറോ അല്ല. നമുക്ക് കറക്റ്റ് സർവീസ് പോയാലേ റിസൾട്ടും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പ്രൊഡക്ട്സിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. എനിക്ക് ബെസ്റ്റ് പ്രൊഡക്റ്റ് തന്നെ വേണം. ബെസ്റ്റ് പ്രോഡക്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കുള്ളതെന്ന് വെച്ചാൽ നല്ല റേറ്റുള്ള പ്രോഡക്റ്റുകളായിരിക്കും. എല്ലാം പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റുകളായിരിക്കും. അതിനാണ് റേറ്റ് കൂടുതലായിട്ട് വരിക. പക്ഷേ എന്നാലും നമ്മൾ ആ പ്രോഡക്റ്റ് തന്നെ എടുത്ത് നമുക്കതിൽ വലിയ ലാഭമോ കാര്യങ്ങളോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ അത് നോക്കാതെയാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സർവീസുകളും കൊടുക്കുന്നത്. കാര്യം നല്ല സർവീസ് കൊടുക്കുക, അതിന്ന് നമുക്ക് ഇപ്പം ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യം, ഞാൻ ഇതൊക്കെ ഇത്രയും തുടങ്ങി ഇതിൽ നിന്നൊക്കെ ഒന്ന് ഒരുപാട് സമ്പാദിച്ച് വലിയ കാറെടുത്ത് വലിയ വീട് വെച്ച് ഇതൊന്നും എൻ്റെ മൈൻഡ് സെറ്റിൽ പോലും ഇല്ല സത്യത്തിൽ. കാര്യം ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഇതിൽ ഹാപ്പിയാണ്. ഇതിലെനിക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും ഒക്കെ ഞാൻ ഹാപ്പിയാണ്. കാര്യം നല്ല സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്നെ സംബന്ധിച്ച് അതാണ് നല്ലൊരു, നമ്മളെ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർക്ക് അറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു പോവും, സേഫാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്ത് പ്രോബ്ലം വന്നാലും ഞാനൊരാൾ അതൊക്കെ നല്ല ക്ലിയറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ മറ്റെന്തിനേക്കാളും എനിക്ക് ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യം. അത് തന്നെയാണ് എൻ്റെ ഒരു ഗ്രോത്ത് എന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചി, നമുക്ക് റോഷനി എന്ന ബ്രാൻഡിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ കുടുംബാംഗങ്ങളെ നമുക്കൊന്ന് കാണാമല്ലോ. തീർച്ചയായിട്ടും കാണാം. അങ്കജും ഞാൻ പഴയ സലൂൺ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊട്ട് എൻ്റെ കൂടെ ഉള്ള ഒരാളാണ്. ലീനയാണ് ആകെ ഉള്ള ഒരു മലയാളി എന്ന് വേണമെങ്കിൽ പറയാം. ഹെയറിൻ്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഓക്കെ, ഈ റോഷ്നി എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ ഒരുപാട് ക്ലിനിസിസ്റ്റുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ ഒരു ആഗ്രഹമാണ് ഇങ്ങനെയൊക്കെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി എടുക്കണം എന്നുള്ളൊരു കാര്യം.
അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ടുള്ള പ്രധാനമായിട്ട് സജഷൻ എന്താണ്? ആക്ച്വലി ഒരു ബ്രാൻഡിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമൊന്നുമല്ല. മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഞാൻ പറയും ക്ഷമയാണ്. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് ഞാൻ പറയും. കാര്യം എന്നെ സംബന്ധിച്ച് ഇതൊരു 10 വർഷത്തോളം ഉള്ളൊരു ഡ്രീമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ 10 വർഷം എന്ന് പറയുമ്പോൾ എൻ്റെ ക്ഷമയാണ് 10 വർഷത്തെ. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് നമ്മൾ സ്വപ്നം കണ്ടൊരു കാര്യം നാളെ സാധിച്ചെടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ചാടി ഇറങ്ങുന്നതിൽ ഒരർത്ഥവുമില്ല. അത് നടക്കാത്തൊരു കാര്യമാണ്. നമുക്ക് വളരെ ക്ഷമയോടുകൂടി നമ്മൾ അതിൻ്റെ പിന്നിൽ നിന്ന് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത്, അതായത് എപ്പോഴും നമ്മുടെ വിഷൻ നമ്മുടെ ഡ്രീം ആയിരിക്കണം. ഊണിലും ഉറക്കത്തിലും എല്ലാം നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങി, അപ്പോൾ ഈ സ്ഥാപനം നമ്മൾക്ക് എങ്ങനെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ബെസ്റ്റ് സർവീസുകൾ കൊടുക്കുക, എങ്ങനെ നമുക്ക് കസ്റ്റമറിനെ ട്രീറ്റ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ ഏത് സമയം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ ഫാമിലിക്ക് പോലും അറിയില്ല കേട്ടോ. ഞാൻ ഏത് സമയം ഇതൊക്കെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചാലും ഡ്രൈവ് ചെയ്താലും ഉറങ്ങാൻ കിടക്കുമ്പോഴും രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴും ഒക്കെ എൻ്റെ മൈൻഡ് സെറ്റിൽ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ദൈവം കഴിവുകളോടെ കൂടി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഒരാൾക്ക് പോലും കഴിവില്ലാതിരിക്കില്ല. പക്ഷെ ആ കഴിവിനെ നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. പലരും അത് ചെയ്യുന്നില്ല. എന്നിട്ട് എല്ലാവരും പറയും ഞാൻ അങ്ങും എത്തിയില്ല, ഞാൻ അവിടെ എത്തിയില്ല, ഞാൻ ഇവിടെ എത്തിയില്ല, എനിക്കൊന്നും ദൈവം തരുന്നില്ല എന്ന് പറയുന്നത് ശരിക്കും തെറ്റായിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടാലൻ്റ് ഉണ്ടാവും, അത് നമ്മൾ തിരിച്ചറിയുക. ആ തിരിച്ചറിഞ്ഞ് നമ്മുടെ ടാലൻ്റ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ അതിനെ കുറച്ചും കൂടെ എങ്ങനെയാണ് നമുക്ക് മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്ത് അതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ അതിൻ്റെ പിറകെ നമ്മൾ അതേ ശരണം എന്നുള്ള രീതിയിൽ നടന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റുള്ളൂ. ആരും നമുക്ക് ഇങ്ങോട്ട് കൊണ്ട് തരില്ല. അവസരങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മൾ തന്നെ ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു 7-8 വർഷം മുമ്പൊന്നും ഇങ്ങനെയൊന്നും അല്ല. നമുക്കൊന്നും ഒരു സ്പേസിൽ ചെന്നാലും ആരും ഒരു സ്ഥാനമൊന്നും നമുക്ക് തന്നിട്ടില്ല. നമ്മൾ പല സ്ഥലത്തും ഞാൻ അപമാനിക്കപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഞാൻ അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിലുള്ളൊരു വേദനയാണ്. ഞാൻ വേദനയോടെ പിന്മാറിയിട്ടുള്ള അവസരങ്ങളും ഉണ്ട്. പക്ഷേ അതൊന്നും ഒരിക്കലും ഞാനൊരു അത് എൻ്റെ ഒരു വളർച്ചയെ സഹായിച്ചു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എന്നെ അപമാനിച്ച വ്യക്തിയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. ബിക്കോസ് അവരന്ന് അത് ചെയ്തത് കൊണ്ട് ചിലപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നു എന്നേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് എനിക്ക് ആരോടും ഒന്നും അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള അറിയാമല്ലോ, ഇപ്പം ഈ ഒരു ബ്യൂട്ടീഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ഇപ്പോഴാണ് വന്ന പേര്. ആ സമയത്തൊക്കെ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ ആൾക്കാർ പല രീതിയിലാണ് പറയാം. ഇവളെന്തിനു പോകുന്നു എന്തോ എന്നുള്ള രീതിയിലായിരിക്കും സംസാരിക്കുക. അപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ നാളെ ദൈവം അത് പ്രൂവ് ചെയ്യാനൊരു അവസരം നമുക്ക് തരും. നമ്മൾ ചെയ്തിരുന്നത് ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യാനൊരു അവസരം തരും. അതിൽ നമ്മളിൽ മാത്രം വിശ്വാസം കണ്ടെത്തിയാൽ മതി. വേറെ ആരെയും നമ്മൾ അയ്യോ ഞാൻ അതങ്ങനെ പോവല്ലോ കേട്ടോ, നിങ്ങളങ്ങനെ ചിന്തിക്കല്ലേ എന്നൊന്നും പറഞ്ഞ് നമുക്ക് അവരെ പിറകെ പോകാൻ പറ്റില്ല. എത്ര പേരെ പിറകെ പോവും? അപ്പം നാളെ ഒരു സമയത്ത് ഈ പറഞ്ഞ ആൾക്കാർ തന്നെ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് അയ്യോ നമുക്ക് ഭയങ്കര പ്രൗഡായിട്ടോ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയണേ. ഇങ്ങനെ പറഞ്ഞവർ തന്നെ വന്നിട്ട് ഈ വേർഡ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിലേക്ക് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് കെയർ അത് കഴിഞ്ഞിട്ട് എന്തു ആവാവുള്ളൂ എന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. അതാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ. ഒരു 30 വർഷം മുമ്പുള്ള സൗന്ദര്യ സങ്കല്പത്തിൽ അല്ലെങ്കിൽ മേക്കപ്പിനകത്തൊക്കെ ഒരു ലിപ്സ്റ്റിക്ക്, ഒരു പാൻ കേക്ക്, ഒരു പാൻ സ്റ്റിക്ക്, അതിൽ നിന്നിട്ട് ഈ ഒരു 2025 എന്ന് പറയുന്ന വർഷത്തിൽ എത്രത്തോളം അത് വളർന്നിട്ടുണ്ടെന്ന് ചുരുക്കി പറയാമോ? തീർച്ചയായിട്ടും. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലഘട്ടത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അതൊരു ഡിഫറെൻ്റ് ആണല്ലോ. ഇപ്പം നമ്മൾ ഒരിക്കലും 80s ആൾക്കാരല്ല 90s 90s ആൾക്കാരെ അല്ല ഇപ്പം 2K കിഡ്സ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതൊരു വലിയ അതായത് നമ്മളിപ്പോൾ സാങ്കേതിക വിദ്യകളായിരുന്നാലും അല്ലാതെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ എന്താ പറയുക നമ്മുടെ ഇപ്പോൾ ബ്യൂട്ടി ഇൻഡസ്ട്രി ആയിരുന്നാലും സ്കിൻ കെയർ ഇൻഡസ്ട്രി ആയിരുന്നാലും ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. എല്ലാം ഇഷ്ടംപോലെ പ്രോഡക്ട്സുകൾ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എന്താ പറയുക
ഒരുപാട് ടെക്നോളജീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ സ്വാഭാവികമാണ്, അത് തീർച്ചയായിട്ടും വരും. ഇപ്പം അന്നത്തെ ആ ഒരു കാലഘട്ടം അല്ല ഇന്നത്തെ കാലഘട്ടം. അപ്പം നമുക്ക് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൗഡലി എനിക്ക് പറയാം, ഒരു സന്തോഷമുള്ളൊരു കാര്യം, ഇപ്പം സ്കിന്നിൻ്റെ കാര്യത്തിലായാലും ഹെയറിൻ്റെ കാര്യത്തിലായാലും ഇപ്പം മേക്കപ്പിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിനും സൊല്യൂഷനുണ്ട്. സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യവും ഇല്ല. ഇപ്പോൾ എന്ത് സ്കിൻ പ്രോബ്ലംസ് വന്നാലും അല്ലെങ്കിൽ എന്ത് ഹെയറിൻ്റെ പ്രോബ്ലംസ് വന്നാലും ഒക്കെ നമുക്ക് മാറ്റാനുള്ളൊരു സൊല്യൂഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പം മേക്കപ്പിൻ്റെ ട്രെൻഡ് മാറി. പഴയ മേക്കപ്പ് അല്ലല്ലോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ നോ മേക്കപ്പ് ലുക്കാണ് ഏറ്റവും ട്രെൻഡിങ്ങിലായിട്ടുള്ളത്, അല്ലെങ്കിൽ സ്കിൻ ടോൺ മേക്കപ്പ് ഒക്കെയാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിലായിട്ടുള്ളത്. പഴയ പോലത്തെ ആ ഒരു ഹെവി മേക്കപ്പ് ഒക്കെ മാറി ഇപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് കുട്ടികൾ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ സിമ്പിളാണെങ്കിലും അത് നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ലുക്കാണ് ഈ സിമ്പിൾ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം ഓരോന്നിനും ഓരോ രീതിയാണ്. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ മേക്കപ്പ് അല്ല ഒരു മാഗസീൻ കവർ പേജിന് വരുന്നത്, അതുപോലെ ഒരു ആഡ് ഷൂട്ടിന് വരുന്നത്. ആ സെയിം മേക്കപ്പ് നമുക്ക് ബ്രൈഡലിന് ചെയ്യാൻ പറ്റില്ല. ബ്രൈഡൽ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചും നമ്മുടെ ഓഡിറ്റോറിയം, ഈ AC ഓഡിറ്റോറിയങ്ങൾ ആണോ അല്ലയോ ഇതൊക്കെ നോക്കിയിട്ട് സ്കിന്നിന് അനുസരിച്ച് അതിനനുസരിച്ചുള്ള ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. അതനുസരിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിന് കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുക മേക്കപ്പ് നമുക്ക് ചെയ്ത് അത് കൊണ്ടുവരാൻ പറ്റും. കാര്യം പ്രോഡക്ട്സിൻ്റെ നോളേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് പ്രോഡക്ട്സ് ആപ്ലിക്കേഷൻ ചെയ്താൽ അത് നമുക്ക് നന്നായിരിക്കും എന്നൊക്കെ അറിയാനുള്ളൊരു, ഇപ്പം നമ്മൾ എളുപ്പം പോയി പഠിച്ച് വന്ന് ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതലധികം പ്രൊഡക്ട്സുമായിട്ട് നല്ല രീതിയിൽ അറിവുള്ള ഒരാൾക്ക് ഇത് നല്ല രീതിയിൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു ഫീൽഡിൽ ട്രെയിനിങ്ങുകളുണ്ടല്ലോ, അപ്പോൾ ഈ ട്രെയിനിങ്ങിലൊക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഇപ്പം ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ ബേസിക് ട്രെയിനിങ്ങുകൾ ഇപ്പോൾ ഒരു വർഷത്തെ കോഴ്സുകളൊക്കെയാണ് കൂടുതലും കുട്ടികൾ ചെയ്യും. ചില കുട്ടികൾ 3 months കോഴ്സ് ചെയ്യും, ചില കുട്ടികൾ 6 months ചെയ്യും, 1 year ചെയ്യും. എല്ലാം നമുക്ക് ബേസിക്കാണ്. ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കുക. പിന്നെന്ന് പറയുന്ന എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്കിന്ന് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഏത് ഫൗണ്ടേഷൻ കൊടുത്താൽ അത് ആപ്റ്റ് ആയിരിക്കും എന്നൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിന് വളരെ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പം അല്ലെന്നുണ്ടെങ്കിൽ ടോൺ മാറിപ്പോവും. മനസ്സിലായോ? പെട്ടെന്ന് എല്ലാവരും ഒരേപോലെ ടാലൻ്റ് ഉള്ളവരാവണമെന്നില്ല. ചില ആൾക്കാർ എക്സ്ട്രാ ടാലൻ്റ് ഉള്ളവരായിരിക്കും, അവർ ചിലപ്പോൾ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്നിരിക്കും. അപ്പം നമുക്ക് കൂടുതലും വേണ്ടത് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായി വരിക എന്ന് പറയുന്നത് ആണ് ഏറ്റവും വലിയൊരു കാര്യം. അല്ലാതെ ഇപ്പോൾ നമ്മളൊരു ചെറിയ ഇപ്പം കൂടുതലും ഞാൻ കണ്ടുവരുന്ന ഇപ്പോൾ ഈ ഇടക്കാലങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു ചെറിയ കോഴ്സ് പഠിച്ചിട്ട് പെട്ടെന്ന് പോയി അത് നമ്മൾ പൈസ ആണ്. ഇപ്പം മറ്റുള്ള ജോലിയേക്കാളും കൂടുതൽ ഇതിന് കുറച്ച് പൈസ കൂടുതൽ കിട്ടും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ കുറേ ആൾക്കാർ അങ്ങനെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കാശിനേക്കാളും നമുക്ക് നമ്മളൊരു ബ്രാൻഡിലോട്ടോ അല്ലെങ്കിൽ ഒരു പേര് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിലോട്ട് ഡെപ്തിലിറങ്ങി ആ ഒരു കലയെ സ്നേഹിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് കുറച്ച് കാലങ്ങളെടുക്കും. പക്ഷെ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ക്ഷമയില്ലാതെ വരും, അവരതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്നില്ല. പക്ഷെ ഞാനൊക്കെ വന്നത് തീർച്ചയായിട്ടും ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. എനിക്ക് പുതിയ കുട്ടികളോടും പറയാനുള്ളത്, നമ്മളെപ്പോഴും നമ്മൾ ഈ ഒരു മേക്കപ്പ് ആണ് നിങ്ങളുടെ ഫീൽഡ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്രയും അതിനെ സ്നേഹിച്ച് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളൊരു കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു ബ്രാൻഡിലേക്ക് തന്നെ എത്തും. നമ്മുടെ സ്റ്റുഡിയോയിൽ ഇപ്പം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്കിന്നും ഹെയറും ആണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉള്ളത് ഈ ഹെയർ സംബന്ധമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ എന്തൊക്കെ തരത്തിലുള്ള ഹെയർ പ്രോബ്ലംസുമായിട്ടാണ് ക്ലയൻസുകൾ വരാറുള്ളത്? ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. കാര്യം ഒരുപാട് ആൾക്കാർക്ക് ഹെയറിൻ്റെ പ്രോബ്ലംസ് ആണ് കൂടുതലുള്ളത്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഹെയർ സർവീസുകൾ ചെയ്യുന്നൊരു സലൂണാണ് എൻ്റെ സലൂൺ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി ചെയ്തിട്ട് ഒത്തിരി പ്രോഡക്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പം ഒരു ബിസിനസ് മൈൻഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒന്നും നോക്കാതെ ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും എടുത്തു വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ല, നമുക്ക് ആൾക്കാർക്ക് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്ന ആൾക്കാരെ എങ്ങനെയാണ്
നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്നാണ് ഞാൻ ചിന്തിക്കുക. അങ്ങനെ വരുമ്പോൾ കുറച്ച് അധികം റേറ്റുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും റിസൾട്ട് കൊടുക്കുന്ന ഒരു ബ്രാൻഡ്. അതായത് പ്രീമിയം ബ്രാൻഡുകൾക്ക് കുറച്ചും കൂടെ റിസൾട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ അവിടെ നമ്മൾ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ വരുന്ന സാധാരണ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാർക്കും കൂടെ ചേർന്നിട്ടുള്ള രീതിയിലാണ് ഇത് സ്ഥാപനം നടത്തുന്നത്. അപ്പം വളരെ അതിലും നമ്മൾ ഒരുപാട് ലാഭമൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഞാൻ ഈ പ്രൈസ് ലിസ്റ്റുകളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ചെയ്തു പോകണം, സർവീസ് നല്ല രീതിയിൽ കിട്ടണം, നല്ല റിസൾട്ട് ആയിരിക്കണം എന്ന് കരുതിയിട്ട് നല്ല ബ്രാൻഡുകൾ മാത്രം സെലക്റ്റീവായിട്ട് എടുത്തിട്ടാണ് ഞാൻ സർവീസ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞ് എനിക്ക് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അവരുടെ ഹെയർ നോക്കും, അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കും, എന്താണ് നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കും ഞാനൊരു സർവീസ് അവർക്ക് സജസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ചെയ്തു വരുന്നതാണല്ലോ, അപ്പോൾ ഒരുപാട് ആൾക്കാരിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് തന്നെ അറിയാം, അവിടെ പോയി റോഷിനി ചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ ചേച്ചി അത് കറക്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സർവീസ് നല്ലതായിട്ട് തരും. അപ്പോൾ നമുക്ക് ഒത്തിരി ആൾക്കാർ നമ്മൾ അതുപോലെ ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതിപ്പോഴും തുടർന്ന് പോകുന്നു. ഈ മുടിയുടെ കാര്യത്തിലേക്ക് വരുമ്പം എത്ര ടൈപ്പ് ഓഫ് ഹെയർ ഉണ്ടായിരിക്കും? അതിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള ഇഷ്യൂസ് ആയിരിക്കും സാധാരണ ആൾക്കാർ ഫേസ് ചെയ്യുന്നത്? മെയിനായിട്ടും ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെയറിൻ്റെ ഡ്രൈനെസ് 1, 2 ഹെയർ ഫോള്, ഡാൻഡ്രഫ്. ഈ 3 പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ കുട്ടികളാകുമ്പോൾ അവർ പെട്ടെന്ന് കളർ ചെയ്യും, ഹെയർ നന്നായിട്ട് കളർ ചെയ്യും. കളർ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും ഹെയർ ഡ്രൈ ആവാനുള്ള ചാൻസസ് ഉണ്ടാവും, ഡാമേജ് ആവും. പിന്നെ ഈ കെമിക്കൽ സർവീസുകൾ, അതായത് പെർമനൻറ്റ് കെമിക്കൽ സർവീസുകളിലേക്ക് പോകുമ്പോഴും നമ്മുടെ പഴയ ഹെയറിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ മുടി പൊട്ടിപ്പോവാനും ഹെയർ ഫോള് വരാനും അതുപോലെ തന്നെ ഒരു ഭംഗിക്കുറവ് വരാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഇവിടെ അങ്ങനെ പെർമനൻ്റായിട്ട് ഉള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ ഞാൻ അങ്ങനെ അധികം ചെയ്യുന്നില്ല, സജസ്റ്റ് ചെയ്യാറുമില്ല. നമുക്ക് ഹെയർ ഉണ്ടെങ്കിലല്ലേ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ മെയിൻ ഭാഗമാണല്ലോ ഹെയർ എന്ന് പറയുന്നത്. അപ്പം ആ ഹെയറിനെ എങ്ങനെ നമുക്ക് ശരിയാക്കി കൊണ്ടുവരാം, അല്ലെങ്കിൽ എങ്ങനെ ഹെയർ ഗ്രോത്ത് കൊടുക്കാം, എങ്ങനെയാണ് ഹെയർ ഫോള് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക, ഇതിനൊക്കെയാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം ഹെയറിന് തിക്നെസ് ഇല്ല, ചില ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വരുന്നവരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ വീണ്ടും വരും, ചേച്ചി എനിക്ക് ഇത് സ്മൂത്തനിങ് ചെയ്യണം, സ്ട്രൈറ്റനിങ് ചെയ്യണം. അപ്പോൾ ഞാൻ പറയും ദയവേത് നിങ്ങൾ ഇനി അത് ചെയ്യരുത്. കാര്യം കുറേ നാൾ കഴിയുമ്പോൾ ഹെയറിൽ മുടിയൊന്നും കാണത്തില്ല. നമുക്ക് മുടിയുണ്ടെങ്കിലല്ലേ നമുക്ക് നമ്മുടെ ഒരു സ്റ്റൈല് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. അപ്പം നമ്മൾ ഉള്ളതിനെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കും, ഏതാണ് നല്ല സർവീസ് എന്ന് പറഞ്ഞു കൊടുക്കും, അതനുസരിച്ച് ആൾക്കാർ അത് ചെയ്യും. അത്ര. ഈ ഹെയർ സ്മൂത്തനിങ് അതുപോലെ തന്നെ വോളിമൈസിങ് ഇതിന് ശേഷമുള്ള പോസ്റ്റ് ട്രീറ്റ്മെന്റ്സുകളൊക്കെ കാണില്ലേ, ഇതിന്റെ സ്ട്രെങ്ത്നെസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്നുണ്ടാണോ ഒരു ഇഷ്യൂ വരുന്നത്? തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സ്കിപ്പ് ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ. ഈ പറഞ്ഞ പോലെ തന്നെ ചിലർ ചെയ്തിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ ആഫ്റ്റർ കെയറുകളൊന്നും എടുക്കാറില്ല. ഞാൻ ചില ആൾക്കാർക്ക് നിർബന്ധം പറയും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് മതി. കാര്യം കെമിക്കൽ അല്ലാത്ത, അതായത് ഓർഗാനിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ചിലപ്പം പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂസ് കാരണം ചില ആൾക്കാർ ഇത് തന്നെ സെലക്ട് ചെയ്യും. ഇത് കുറച്ച് റേറ്റ് കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾ മസ്റ്റായിട്ട് ആഫ്റ്റർ കെയർ ഫോളോ അപ്പ് ചെയ്യുക, പിന്നെ അതുപോലെ മന്ത്ലി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക എന്നുള്ളത്. ഇപ്പം ഞാൻ ഈ ആഫ്റ്റർ കെയർ ഇവിടെ എന്ത് സർവീസ് ചെയ്താലും ഞാൻ ആഫ്റ്റർ കെയർ ഇവരുടെ അടുത്ത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം എന്ന് പറയും. അത് നമുക്ക് വേണ്ടിയല്ല പറയുന്നത്. ഇപ്പോൾ ഒരു ഷാമ്പും കണ്ടീഷണറും സെയിലായി പോകാനോ അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് അതിലൊന്നും ഒരു വലിയ മാർജിനോ കാര്യങ്ങളോ ഒന്നും കിട്ടാനില്ല. പറയുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആഫ്റ്റർ കെയർ സെയിം ബ്രാൻഡിൻ്റെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ബെനിഫിറ്റാണ്. കാര്യം ആ ഒരു ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നത് അവിടെയാണ്. അപ്പം ആ ഒരു ആഫ്റ്റർ കെയറുകളും കൂടെ യൂസ് ചെയ്ത് വരുമ്പോൾ ഞാനിപ്പോൾ ഒരു 6 മന്ത് പറയുന്ന ഒരു സർവീസ് ചിലപ്പോൾ അവർക്ക് 8 മന്ത്സ് കിട്ടും ആഫ്റ്റർ കെയർ യൂസ് ചെയ്ത് വരികയാണെങ്കിൽ. അപ്പം അതാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാർ ഇവർക്ക് ചിലപ്പോൾ ഷാമ്പു കണ്ടീഷണർ സെയിലായി. ഒരിക്കലും അല്ല. ഞാൻ പറയുന്നത് ഒരിക്കലും അതിന് വേണ്ടിയിട്ടല്ല. ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്ക് കുറേ കൂടെ പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ്. കാര്യം 6 മാസം എന്നുള്ളത് നിങ്ങൾ ചെയ്ത ട്രീറ്റ്മെൻറ്റിൻ്റെ അല്ലാത്ത ആഫ്റ്റർ കെയറുകൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് 4 മാസത്തിലോട്ട് കുറയാം ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വീണ്ടും സലൂണിലേക്ക് തന്നെ വരാം. എല്ലാവരും അത്യാവശ്യം പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഒരു സർവീസ് ചെയ്യുന്നത്.
അപ്പം ആ സർവീസ് എത്രത്തോളം അവർക്ക് ഗുണപ്പെടണം എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അവർക്ക് മാക്സിമം ടൈം പീരീഡ് കൂടുതൽ കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ആഫ്റ്റർ കെയറുകൾ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യണം കമ്പൽസറി ആയിട്ട് പറയാനുള്ള റീസൺ അതാണ്. ഓക്കെ, ഇനി നമുക്ക് സ്കിന്നിൻ്റെ എർത്തിലേക്ക് വരാം. നമ്മളിവിടെ സ്കിന്നുമായി ബന്ധപ്പെട്ടുള്ള എന്തെല്ലാം ഇഷ്യൂസാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ വരുന്നത് ടാൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. പിഗ്മെൻറ്റേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ. പിമ്പിൾസ് വരാറുണ്ട്, എന്നാലും മോർ ദാൻ നമുക്ക് വരുന്നത് ടാൻ കൊണ്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പം അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ആരും പ്രോപ്പറായിട്ട് SPF യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. ഒരാൾ പോലും SPF അങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സൺസ്ക്രീനുകൾ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും, ക്രീമുകൾ യൂസ് ചെയ്ത് വരുമ്പോൾ ഏറെക്കുറെ, ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല, എന്നാലും നമുക്കുള്ള കുറേ പ്രോബ്ലംസ്, സ്കിൻ പ്രോബ്ലംസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ളത് കിട്ടും. അതായത് സാധ്യത കുറവാണ്. അത് ഉപയോഗിക്കാതിരുന്നാൽ കൂടുതലാണ് സ്കിൻ പ്രോബ്ലംസ് വരാനുള്ള കാര്യം. പിഗ്മെൻറ്റേഷനൊക്കെ എളുപ്പത്തിൽ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ വരുന്നത് കൂടുതലും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഫേസും പിന്നെ അതുപോലെ തന്നെ ടാനിൻ്റെ പ്രോബ്ലംസൊക്കെയാണ്. പിന്നെ നമുക്കതിനെല്ലാം ട്രീറ്റ്മെൻറ്റ്, ഫേഷ്യൽസ് അവൈലബിൾ ആണ്. നമുക്ക് 1-2 സിറ്റിങ്ങിലൊക്കെ അത് മാറ്റി കൊടുക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും നമുക്കുണ്ട്. ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ സ്കിൻ കെയർ രംഗം നമ്മൾ നോക്കുമ്പം ആദ്യമായിട്ട് മനസ്സിലേക്ക് ഓടി വരുന്നൊരു ബ്രാൻഡാണ് ഷഹനാസ്. ഇപ്പോൾ അത് ഉണ്ടോ? അപ്പം ഇപ്പോൾ ഷഹനാസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ടോ, അല്ലെങ്കിൽ അതിനെ കവച്ചു വയ്ക്കുന്ന ഏതെങ്കിലും ബ്രാൻഡുകളാണോ ഇന്ന് നിലവിലുള്ളത്, അല്ലെങ്കിൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഞാനൊരു 7-8 വർഷം മുമ്പേ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ഒരു ചെറിയ സലൂണിലുള്ള സമയത്ത് ടോപ്പ് ബ്രാൻഡാണ് ഷഹനാസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ബ്രാൻഡുകളുടെ ബഹളമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും ബ്രാൻഡുകൾ മത്സരത്തിനൊപ്പത്തിനൊപ്പം അവരുടെ ഒപ്പം ഉണ്ട്. പിന്നെ വേറൊരു ഞാൻ മനസ്സിലാക്കിയ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു ബ്രാൻഡിൽ നിന്ന് ഇപ്പം ഒരു 10ഓളം ഫേഷ്യലുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാ ഫേഷ്യൽസിനും എനിക്ക് റിസൾട്ട് ഫീൽ ചെയ്തിട്ടില്ല. ചിലപ്പം ഈ 10-1 നല്ലൊരു റിസൾട്ട് തരാൻ പറ്റുന്നത്. അപ്പോൾ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് എടുക്കുന്ന ഒരു കാര്യമാണ്, ഏതായിരിക്കും ബെറ്റർ എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് പ്രീമിയം ബ്രാൻഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നല്ല റിസൾട്ട് ഉള്ളത് മാത്രമാണ് ഇവിടെ എടുത്ത് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഏത് ബ്രാൻഡ് വന്നാലും ഞാൻ അവരോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സാധനം തിരിച്ചു കൊണ്ടുപോകണം. കാര്യം ഞാനത് വാങ്ങില്ല. യൂസ് ചെയ്തിട്ട് ഞാൻ ഈ പ്രോഡക്റ്റ് തിരിച്ചു തരും, എനിക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു തരും എന്ന് ഞാൻ ഓപ്പണായിട്ട് പറയാറുണ്ട്. കാര്യം നമ്മൾ വിശ്വസിച്ചാണ് നമ്മുടെ ക്ലയൻറ്റ് നമ്മളുടെ അടുത്ത് വരുന്നതും നമുക്ക് കാശ് തരുന്നതും. അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് നമുക്കൊരു ബെസ്റ്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് പ്രയോജനപ്പെടണ്ടേ ആൾക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രോഡക്റ്റ് ഷഹനാസിൽ ഇപ്പോൾ കുറച്ച് 1-2 ബ്രാൻഡുകൾ നമ്മളിപ്പോഴും, ചില ആൾക്കാർ, പഴയ ആൾക്കാർ, അവരിപ്പോഴും ഷഹനാസ് ചോദിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കുറച്ച് സാധനങ്ങളും അവരുടെ ബ്രാൻഡും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കാലത്തെ നമ്പർ 1 ബ്രാൻഡായിരുന്നു അത്. അവർ അത്രയും നല്ല പ്രോഡക്ട്സുകളും ആയിരുന്നു, കുഴപ്പമില്ല. പക്ഷേ അറിയില്ല, പോകെ ഇപ്പം നമുക്കറിയില്ലല്ലോ, ഒരു ബ്രാൻഡ് വളരുന്നതും ബ്രാൻഡ് താഴേക്ക് പോകുന്നതും ഒക്കെ പല റീസൺസ് ഉണ്ടാവാം. എനിക്ക് തന്നെ വിഷമം തോന്നിയിട്ടുള്ള പല ബ്രാൻഡുകളും ഇതുപോലെ പെട്ടെന്ന് അങ്ങ് നിർത്തിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കാം, അയ്യോ ഇതെന്ത് പറ്റിയാവോ, അവരിത് സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു, ബ്രാൻഡ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട് തരുന്ന ബ്രാൻഡുകൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത ബ്രാൻഡുകളും ഉണ്ട്. അതൊക്കെ ഞാൻ ആലോചിക്കും, അത് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പറ്റുന്നതായിരിക്കാം, അറിയില്ല. പക്ഷേ ഒരുപാട് ബ്രാൻഡുകളുണ്ട് നമുക്ക്. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, എല്ലാത്തിനും സൊല്യൂഷനുണ്ട്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ആസ് എ ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ ആസ് എ ഒരു സ്കിൻ കെയർ കൺസൾട്ടൻ്റ് എന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? കൂടുതലും ഇപ്പം ഹെയറിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമോണിയ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ് കൂടുതലും കൺസിഡർ ചെയ്യുക. പിന്നെ സ്കിന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ വരുമ്പോൾ സ്കിന്നിന്, ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു എന്ന് വെച്ചോ, അപ്പോൾ ആൾ പറയുന്ന ഒരു ഫേഷ്യലായിരിക്കും ആൾ പറയുന്നത്, അതായത് പല ആൾക്കാരിൽ നിന്നും കേട്ട് വന്നിട്ടായിരിക്കും. ഇപ്പോൾ വേറൊരാളായിരിക്കും പോയി പറയുന്ന, ഇന്ന ഫേഷ്യൽ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കൊള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ആൾ വന്നിട്ട് പറയും, ആ ഫേഷ്യൽ എനിക്ക് വേണം എന്ന് പറയും. നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്, പുള്ളിക്കാരത്തിൻ്റെ സ്കിന്നും പുള്ളിക്കാരത്തിൻ്റെ
പ്രോബ്ലംസ് ഒക്കെ വേറെ ആയിരിക്കും. അപ്പം നമ്മൾ ഇത് കൊടുത്തെന്ന് വെച്ചിട്ട് ആളിൻ്റെ സ്കിന്ന് നമുക്ക് അത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നിങ്ങൾക്ക് ഇതാണ് ആവശ്യം, നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ഇതൊക്കെയാണ്, അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് മാറ്റുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒരു ഇത്, ഇപ്പം എല്ലാവർക്കും സ്കിൻ ബ്രൈറ്റ് ആവണം, അല്ലെങ്കിൽ സ്കിന്ന് കുറച്ചും കൂടെ നിറം വേണം എന്നുള്ളൊരു ചിന്താഗതിയുള്ള എല്ലാവർക്കും, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരിലേക്ക് ആ ഒരു ഇതുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് നിറം എന്നതിന് അതൊരു മാനദണ്ഡം അല്ല ഒരു ഒന്നിലും. കാര്യം അതിനേക്കാളൊക്കെ അപ്പുറം നല്ല സ്കിന്നായിരിക്കുക എന്നുള്ളതാണ്. ഏത് നിറമായാലും സ്കിന്ന് നന്നായിരിക്കുക എന്നുള്ളതാണ്. അതിലിപ്പം നിറത്തിനൊരു ഇതൊന്നും ഒരു കാര്യത്തിനും വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല ഞാൻ ഇവിടെ വന്നിട്ട് ചില കുട്ടികളൊക്കെ എന്നോട് ഇങ്ങനെ പറയും, ചേച്ചി എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റായ കൊള്ളാമെന്നുണ്ട്. ഞാൻ പറയും, സ്കിന്ന് നല്ല അടിപൊളിയാക്കി ഇട്ടിരിക്കുന്നതാണ്, ഹെൽത്തി സ്കിന്നായിട്ട് ഇരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ബാക്കിയൊക്കെ നമുക്ക് ഇപ്പം ഓരോരുത്തർക്കും ഓരോ ജനറ്റിക്കലി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കൊറിയൻ്റെ കുറേ വന്നിട്ടുണ്ടല്ലോ, അതൊരു ട്രെൻഡിങ് ആയിരുന്നല്ലോ. അപ്പോൾ കൊറിയൻ ഫേഷ്യൽ ഇപ്പോൾ നമ്മുടെ കൊടുത്തിട്ടുണ്ട്, കൊറിയൻ ഫേഷ്യൽസൊക്കെ നമുക്കും അവൈലബിൾ ആണ്. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ നമുക്കൊരിക്കലും കൊറിയൻ ആവാൻ പറ്റില്ല, കൊറിയൻകാരുടെ സ്കിന്നാവാൻ നമുക്ക് പറ്റില്ല. കാര്യം അവരുടെ ജനറ്റിക്കലി ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റില്ല. അത് വേറൊരു രാജ്യമാണ്, അവരുടെ കാലാവസ്ഥ വേറെയാണ്, അവരുടെ DNA വേറെയാണ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അതുപോലെ വരണമെന്ന് വെച്ചാൽ പറ്റില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉള്ളതിനെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസിനെ മാറ്റി സ്കിന്ന് നല്ല ഹെൽത്തി ആക്കി എടുക്കാൻ പറ്റും. അതാണ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. അതിന് നല്ല ബ്രാൻഡുകൾ തന്നെ വേണം, നല്ല പ്രോഡക്ട്സുകൾ വേണം, പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡുകൾ വേണം. പ്രീമിയം ബ്രാൻഡുകളാകുമ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ചേച്ചി, നമുക്ക് റോഷ്നി എന്ന ബ്രാൻഡിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ കുടുംബാംഗങ്ങളെ നമുക്കൊന്ന് കാണാമല്ലോ. തീർച്ചയായിട്ടും കാണാം. അങ്കജും ഞാൻ പഴയ സലൂൺ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊട്ട് എൻ്റെ കൂടെ ഉള്ള ഒരാളാണ്. ലീനയാണ് ആകെ ഉള്ള ഒരു മലയാളി എന്ന് വേണമെങ്കിൽ പറയാം. ഹെയറിൻ്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്.